യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. 7-ാം ആണ്ട് 5-ാം മാസം 10-ാം തീയതി ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലർ യഹോവയുടെ അരുളപ്പാട് ചോദിപ്പാൻ വന്ന് എൻ്റെ മുമ്പിലിരുന്നു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ മൂപ്പന്മാരോട് സംസാരിച്ച്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ എന്നോട് അരുളപ്പാട് ചോദിപ്പാൻ വന്നിരിക്കുന്നുവോ? നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എന്നാണ്, ഞാൻ ഉത്തരം അരുളുകയില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് എന്ന് അവരോട് പറയണം. മനുഷ്യപുത്ര, നീ അവരെ ന്യായം വിധിക്കുമോ? നീ അവരെ ന്യായം വിധിക്കുമോ? നീ അവരുടെ പിതാക്കന്മാരുടെ മ്ലേച്ഛതകളെ അവരോട് അറിയിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു, യാക്കോബ് ഗൃഹത്തിൻ്റെ സന്തതിയോട് കൈ ഉയർത്തി സത്യം ചെയ്തു. മിസ്രയീം ദേശത്തു വെച്ച് എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തിയ നാളിൽ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് കൈ ഉയർത്തിയും കൊണ്ട് അവരോട് അരുളിച്ചെയ്തു. ഞാൻ അവരെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിക്കുമെന്നും, ഞാൻ അവർക്കു വേണ്ടി നോക്കി വച്ചിരുന്നതും പാലും തേനും ഒഴുകുന്നതും സർവ്വദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്നതുമായ ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരുമെന്നും ആ നാളിൽ കൈ ഉയർത്തി സത്യം ചെയ്തു. അവരോട്, നിങ്ങൾ ഓരോരുത്തരും താന്താൻ്റെ കൺമുമ്പിൽ ഇരിക്കുന്ന മ്ലേച്ഛ വിഗ്രഹങ്ങളെ എറിഞ്ഞുകളവിൻ. മിസ്രൈമ്യ ബിംബങ്ങളെ കൊണ്ട് നിങ്ങളെ മലിനമാക്കരുത്. ഞാൻ അത്രേ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് കൽപ്പിച്ചു. അവരോ എന്നോട് മത്സരിച്ചു, എൻ്റെ വാക്ക് കേൾപ്പാൻ മനസ്സില്ലാതെയിരുന്നു. അവരിൽ ഒരുത്തനും തൻ്റെ കൺമുൻപിലിരുന്ന മ്ലേച്ഛ വിഗ്രഹങ്ങളെ എറിഞ്ഞുകളയുകയോ മിസ്രൈമ്യ ബിംബങ്ങളെ ഉപേക്ഷിക്കുകയോ ചെയ്തില്ല. ആകയാൽ ഞാൻ മിസ്രൈം ദേശത്തിൻ്റെ നടുവിൽ വെച്ച് എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എൻ്റെ കോപം അവരിൽ നിവർത്തിക്കുമെന്നും അരുളിച്ചെയ്തു. എങ്കിലും അവരുടെ ചുറ്റും പാർക്കുകയും ഞാൻ അവരെ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച് എന്നെ തന്നെ വെളിപ്പെടുത്തിയത് കാണുകയും ചെയ്ത ജാതികളുടെ മുമ്പാകെ എൻ്റെ നാമം അശുദ്ധമാകാതെ ഇരിക്കേണ്ടതിന് ഞാൻ എൻ്റെ നാമം നിമിത്തം പ്രവർത്തിച്ചു. അങ്ങനെ ഞാൻ അവരെ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്നു. ഞാൻ എൻ്റെ ചട്ടങ്ങളെ അവർക്ക് കൊടുത്തു, എൻ്റെ വിധികളെ അവരെ അറിയിച്ചു. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന് അവർ അറിയേണ്ടതിന് എനിക്കും അവർക്കുമിടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എൻ്റെ ശബ്ബത്തുകളെയും ഞാൻ അവർക്ക് കൊടുത്തു. ഇസ്രായേൽ ഗൃഹമോ മരുഭൂമിയിൽ വെച്ച് എന്നോട് മത്സരിച്ചു. അവർ എൻ്റെ ചട്ടങ്ങളെ അനുസരിച്ചു നടക്കാതെ എൻ്റെ വിധികളെ ധിക്കരിച്ചു. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. എൻ്റെ ശബ്ബത്തുകളെയും അവർ ഏറ്റവും അശുദ്ധമാക്കി. ആകയാൽ ഞാൻ മരുഭൂമിയിൽ വെച്ച് എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് അവരെ സംഹരിക്കുമെന്ന് അരുളിച്ചെയ്തു. എങ്കിലും ഞാൻ അവരെ പുറപ്പെടുവിച്ചത് കണ്ട ജാതികളുടെ മുമ്പാകെ എൻ്റെ നാമം അശുദ്ധമാകാതെ ഇരിക്കേണ്ടതിന് ഞാൻ അതിൻ നിമിത്തം പ്രവർത്തിച്ചു. അവരുടെ ഹൃദയം അവരുടെ വിഗ്രഹങ്ങളോട് ചേർന്നിരുന്നതുകൊണ്ട് അവർ എൻ്റെ വിധികളെ ധിക്കരിച്ച് എൻ്റെ ചട്ടങ്ങളിൽ നടക്കാതെ എൻ്റെ ശബ്ബത്തുകളെ അശുദ്ധമാക്കുകയാൽ ഞാൻ അവർക്ക് കൊടുത്തിരുന്നതും പാലും തേനും ഒഴുകുന്നതും സർവ്വദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്നതുമായ ദേശത്തേക്ക് അവരെ കൊണ്ടുവരികയില്ല എന്ന് ഞാൻ മരുഭൂമിയിൽ വെച്ച് കൈ ഉയർത്തി സത്യം ചെയ്തു. എങ്കിലും അവരെ നശിപ്പിക്കുകയും മരുഭൂമിയിൽ വെച്ച് അവരെ മുടിച്ചു കളയുകയും ചെയ്യാതെ വണ്ണം എനിക്ക് അവരോട് അയ്യോ ഭാവം തോന്നി. ഞാൻ മരുഭൂമിയിൽ വെച്ച് അവരുടെ മക്കളോട്, നിങ്ങളുടെ പിതാക്കന്മാരുടെ ചട്ടങ്ങളിൽ നടക്കരുത്, അവരുടെ വിധികളെ പ്രമാണിക്കരുത്, അവരുടെ വിഗ്രഹങ്ങളെ കൊണ്ട് നിങ്ങളെ തന്നെ അശുദ്ധമാക്കുകയും അരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിപ്പിൻ. എൻ്റെ ശബ്ബത്തുകളെ വിശുദ്ധീകരിപ്പിൻ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവ എനിക്കും
നിങ്ങൾക്കുമിടയിൽ അടയാളമായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. എന്നാൽ മക്കളും എന്നോട് മത്സരിച്ചു. അവർ എൻ്റെ ചട്ടങ്ങളെ അനുസരിച്ചില്ല, എൻ്റെ വിധികളെ പ്രമാണിച്ചു നടന്നതുമില്ല. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. അവർ എൻ്റെ ശബ്ബത്തുകളെ അശുദ്ധമാക്കി. ആകയാൽ ഞാൻ മരുഭൂമിയിൽ വെച്ച് എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എൻ്റെ കോപം അവരിൽ നിവർത്തിക്കുമെന്ന് അരുളിച്ചെയ്തു. എങ്കിലും ഞാൻ എൻ്റെ കൈ പിൻവലിക്കുകയും ഞാൻ അവരെ പുറപ്പെടുവിച്ചത് കണ്ട ജാതികളുടെ മുമ്പാകെ എൻ്റെ നാമം അശുദ്ധമാകാതെ ഇരിക്കേണ്ടതിന് അതുനിമിത്തം പ്രവർത്തിക്കുകയും ചെയ്തു. അവർ എൻ്റെ വിധികളെ അനുഷ്ഠിക്കാതെ എൻ്റെ ചട്ടങ്ങളെ ധിക്കരിച്ച് എൻ്റെ ശബ്ബത്തുകളെ അശുദ്ധമാക്കുകയും അവരുടെ കണ്ണ് അവരുടെ പിതാക്കന്മാരുടെ വിഗ്രഹങ്ങളിലേക്ക് ചെല്ലുകയും ചെയ്തതുകൊണ്ട് ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് രാജ്യങ്ങളിൽ ചിതറിച്ചു കളയുമെന്ന് മരുഭൂമിയിൽ വെച്ച് കൈ ഉയർത്തി അവരോട് സത്യം ചെയ്തു.